ഹലോ ഫാമിലി, എല്ലാവർക്കും ബിലേറ്റഡ് ക്രിസ്മസ് വിഷസ്. എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവരുടെയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഹൃദയം നിറഞ്ഞ വിഷസ്. അതുപോലെ ന്യൂ ഇയറും വരികയാണ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വർഷം ആവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ക്രിസ്മസിൻ്റെ ദിവസം ഞാൻ അങ്കമാലി കറി വീട്ടിലുണ്ടാക്കുന്നതാണ് ഈ വീഡിയോൻ്റെ തുടക്കം തന്നെ കാണുന്നത്. അത് അടുപ്പത്തേക്കൊക്കെ വെച്ചു. ഞാനാണ് പകുതി ഷെഫ്, പകുതി അമ്മ ഷെഫ്, പിന്നെ പകുതി നമ്മുടെ കടയിലത്തെ ഷെഫ്. കാരണം വീട്ടിൽ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഭക്ഷണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് പല ഞങ്ങളുണ്ടാക്കിയതും അമ്മ ഉണ്ടാക്കി, അതായത് ഞാനും അമ്മ ഉണ്ടാക്കിയതും കടയത്തെയൊക്കെയാണ്. എന്തിനാണ് ഇത്രയും ഭക്ഷണങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. അത് നമുക്ക് കടയിൽ ഒരു ചെറിയൊരു ഇവൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ബാക്കിയായിട്ട് വന്നതാണ് നമ്മളിങ്ങോട്ട് കൊണ്ടുവന്നത്. അതല്ലാതെ നമ്മൾ സ്പെഷ്യലായിട്ട് ചെയ്തത് അങ്കമാലിക്കറിയും അങ്ങനെ കുറച്ച് സാധനങ്ങളുമാണ്. അപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, ഞാനും ചേച്ചിയും പണ്ട് ചേച്ചി പാടി ഞാനും ചേച്ചിയും കൂടെ അഭിനയിച്ച് ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ എന്ന് പറയുന്നൊരു പാട്ടിരുന്ന് കാണുമായിരുന്നു. ചേച്ചി ദൈവത്തിന്റെ കുഞ്ഞിനോട് സങ്കടത്തിൽ വാടിയിടലെന്നാണ് പറയണത്. ഞാനാണ് മാലാക. ഞാനും ചേച്ചിയും ഭയങ്കര ചെറുതായിരുന്നപ്പോൾ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ചേച്ചി അതൊക്കെ ഇങ്ങനെ പ്ലേ ചെയ്ത് ഓരോരോ കാര്യങ്ങൾ റീകളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നത്തെയും ഇന്നത്തെയും ഒരുപാട് ക്രിസ്ത്യൻ സോങ്സിൻ്റെ പുറകിൽ, ഹിറ്റായിട്ടുള്ള ക്രിസ്ത്യൻ സോങ്സിൻ്റെ പുറകിലുള്ളൊരു ടീമായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു KG പീറ്റർ, റോബിൻ ചേട്ടൻ, അങ്ങനത്തെ നിങ്ങൾക്കൊക്കെ എപ്പോഴും അറിയാവുന്ന ആൾക്കാരായിരിക്കും. ഭയങ്കര ബ്യൂട്ടിഫുൾ കോമ്പോസിഷനും നല്ല രണ്ട് നടികൾ അല്ലേ. ശരിക്കും ദൈവത്തിന്റെ കുഞ്ഞുങ്ങള്. ഞാനാണ് മാലാക കുട്ടിയനത്. മലക്കുട്ടി ഇടാണ് ശരിക്കും മലാത്തുട്ടി. അങ്ങളുടെ മ്യൂസിക്കില് ഇവിടെ ടഫായിട്ടുള്ള കുറച്ച് ടാസ്കുകൾ നടക്കും. ഇത് നമ്മളൊരു ഞാൻ +2 കഴിഞ്ഞ സമയത്താ ആയിരിക്കണം, 10th കഴിഞ്ഞ സമയത്താ. മുമ്പല്ലേ? എന്ത് കഴിഞ്ഞ 5th, അത് കണക്ക് ശരിയായിരുന്നു. അമ്മേ ശരിക്കും പിന്നെ എന്റെ തനി സ്വഭാവം അമ്മ എന്തിട്ടുണ്ടാക്കണേ? എനിക്ക് അങ്ങനെ അഭിനയിക്കാൻ എനിക്ക് പറ്റില്ല. എന്റെ തനി സ്വഭാവം അതാണ്. കുടുംബത്തിന്റെ വർക്കാണത്. ലാസ്റ്റ് ഫൈനലായി സ്റ്റുഡിയോന്ന് തിരുവനന്തപുരത്ത് പോയി പഠിച്ച ഓർമ്മയില്ലേ? ദൈവത്തിന്റെ കുഞ്ഞല്ലേ. നമ്മള് വലിയ പ്രശ്നത്തിലാണ് ഗൈസ്, ഞങ്ങളിവിടെ വലിയ പ്രശ്നത്തിലാണ്. എപ്പോഴായിരുന്നു ഞങ്ങളത് ഷൂട്ട് ചെയ്തത്? ജിനോ കുന്നുമ്പ്രം ഉണ്ടായിരുന്നു, KG പീറ്റർ അങ്കിൾ ഉണ്ടായിരുന്നു, റോബിൻ ചേട്ടനല്ലേ? റോബിൻ ചേട്ടനല്ലേ എന്റെ ചേട്ടൻ? വലിയ പ്രശ്നത്തിലാണ്. ഇതിന്റെ വർഷം ഞങ്ങൾ ഇന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. പ്രൊഡ്യൂസറാണ് റോബിൻ ചേട്ടൻ. അതിനകത്ത് മരിച്ചു പോയിട്ടാണ്. ആകെ കോംപ്ലിക്കേറ്റഡ് സീനാണിത്. അമ്മ പറഞ്ഞ പാട്ട് ഇതാണ്, ഒന്ന് തൊട്ടാൽ മതി. അതാണ് ഹരിജി പാടിയിട്ടുള്ള ഒരു പാട്ടും. അത് വേറെ ഞാനും MG സാറും പാടിയത് അമ്മ ട്രിവാൻഡ്രത്ത് ഐഡിയ സ്റ്റാർസിന്റെ ഇടയ്ക്ക് പോയി പാടിയത് ഒന്ന് തൊട്ടാൽ മതിയാണ്. അമ്മ തോറ്റു പോയപ്പോ അമ്മ മൈൻഡ് ചെയ്യാണ്ട് ഇഗ്നോർ ചെയ്യേണ്ടതാണ്. അമ്മേ 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 ഇത് എന്റെ മാങ്ങാക്കറി, ഇത് എന്റെ അമ്മ, ഇത് എന്റെ ചേച്ചി. പറഞ്ഞ പോലെയൊക്കെ എല്ലാം കുക്ക് ചെയ്യണ്ടല്ലോ അല്ലെ? ഞാന് വീഞ്ഞ് കുടിച്ചിട്ടാവാം. ഇത് നോൺ ആൽക്കഹോളിക് കേട്ടോ. അതായത് വീട്ടിലിരുന്ന് ഉണ്ടാക്കിയപ്പോ ഉണ്ടായ അത്രേ ഉള്ളൂ. വീട്ടിലിരുന്ന് മുന്തിരി വീഞ്ഞായപ്പോ ഉള്ള ഒരു വീഞ്ഞത്തരം. അമ്മ ഞാനൊന്ന് വീഞ്ഞ് കുടിക്കാൻ പോകുന്നു. ആർക്ക് വേണം? അപ്പൊ എല്ലാവർക്കും ഇവിടെ നമുക്ക് ഭക്ഷണം കഴിക്കാൻ നേരം പറയാം. ഫുഡൊക്കെ ചെറുതായിട്ട് കാണിച്ചു തരാം. പക്ഷെ അതിന് മുമ്പ് കുടിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. തേങ്ങാപ്പാല ജ്യൂസ് കൂടി. Cheers. വൈനങ്ങനെ കുടിക്കണം എന്നല്ലല്ലോ. അത് മറ്റേ വൈനല്ലേ? ഇത് വീട്ടിലുണ്ടാക്കിയ വൈനല്ലേ? ഇത് എങ്ങനെ എവിടെയെങ്കിലും കുടിക്കണം. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ അമ്മയുടെ പാപ്പു ആൻഡ് ഗ്രാൻഡ്മ. പാപ്പു ഒക്കെ ഇച്ചിരി ബിഗ് ഗേൾ ആയതുകൊണ്ടും സ്റ്റഡീസിൽ കോൺസെൻട്രേറ്റ്, ഇൻഡിപെൻഡന്റ് മ്യൂസിക് മേക്കിങ്ങിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യണോണ്ടും പാപ്പു വ്ളോഗ് ചെയ്തൊക്കെ. അപ്പൊ അതുകൊണ്ട് പാപ്പു ഇപ്പൊ ചെറിയൊരു ബ്രേക്ക് എടുത്തിരിക്കുകയാണ്. പക്ഷെ നമ്മുടെ ചാനൽ ഇപ്പോഴും ആക്റ്റീവ് ആണ്. അമ്മയുടെ ഫ്രണ്ട്സും ഒക്കെ ചെറുപ്പം മുതലുള്ള കുറെ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ള ഒരു ഗെറ്റ് ടുഗെദറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്, അതെല്ലാവരും കാണണം. മാത്രമല്ല അമ്മയുടെ ആ ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. സബ്സ്ക്രൈബ്, ബെൽ ബട്ടൺ, ഓൾ. That's all. That's all, Your Honor. Thank you. Like, subscribe, share, bell button, comment, അത്രയുള്ളൂ. സാധാരണ ഞങ്ങളുടെ ക്രിസ്മസ് അല്ലെങ്കിൽ എന്ത് സ്പെഷ്യൽ ഡേ ആണെങ്കിലും ഞങ്ങളുടെ വീട്ടിലൊക്കെ ഒരുപാട് പേരുണ്ടാവാറുണ്ട്. പക്ഷേ അച്ഛനുള്ള സമയത്തായിരുന്നു കൂടുതലും അങ്ങനെ വലിയ വലിയ ആഘോഷങ്ങളായിട്ട് തന്നെ ഉണ്ടാവാറ്. പിന്നീട് ഞാനും ചേച്ചിയും ഞങ്ങളെല്ലാം ഞങ്ങളുടെ അമ്മയ്ക്കും പാപ്പനും വേണ്ടിയിട്ടാണ് നിൽക്കണത്. അപ്പം വിഷമങ്ങളെല്ലാവരെയും ലൈഫിലുണ്ടാവും, നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത വിഷമങ്ങളുണ്ടാവും, വെരി പെയിൻഫുൾ ആയിട്ടുള്ള ഒരുപാട് മൊമെൻറ്റ്സ് വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷേ വി ഹാവ് ടു ഗോ ഓൺ. നമ്മുടെ വീട്ടിലെ കുട്ടികൾക്ക് നമ്മളൊരു ഓരോരോ കാര്യങ്ങൾ അവരുടെ ഇതിനു വേണ്ടി കാണിച്ചു കൊടുക്കുകയും അവർ ആ ഹാപ്പിനെസ് എന്താണെന്നും ആ ഫാമിലി ഇതിൻ്റെ ബോണ്ടിങ് എന്താണെന്നൊക്കെ അവരെ കണ്ട് പഠിപ്പിക്കേണ്ടതായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പം അത് കഴിഞ്ഞ് ഞങ്ങൾ പാട്ടൊക്കെ വെച്ച് ഡാൻസൊക്കെ ചെയ്തു. അമ്മ അവസാനം ഇമോഷണലായി. മിസ് യു അച്ഛയെന്ന് പറഞ്ഞ കണ്ണൊക്കെ നിറഞ്ഞ ആകെ ഇമോഷണലായൊരു സിറ്റുവേഷനാണ് ഈ കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്ന കാര്യങ്ങളിലേക്ക് പോയി. വി ഡു മിസ് അച്ഛ, ബിക്കോസ് ഞാനിപ്പോഴും പറയാറില്ല, അച്ഛ എല്ലാ ആഘോഷങ്ങളുടെയും മെയിൻ ആളാണ്. അപ്പോൾ എൻ്റെ മാങ്ങാക്കറിയിലേക്ക് വരാം, അല്ലെങ്കിൽ ടോപ്പിക്ക് മാറ്റിയില്ലെങ്കിൽ ഇമോഷണലായി പോവും. എൻ്റെ മാങ്ങാക്കറിയിൽ നമ്മൾ ലാസ്റ്റ് റൗണ്ട് ഓഫ് പാലൊഴിക്കലാണ് ഈ കാണുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ഫുള്ളി റെഡി. ഇച്ചിരി വെളിച്ചെണ്ണ വയ്ക്കണം. താളിക്ക് ഉള്ളിയും താളിക്കലാണ് എനിക്കില്ലാത്ത ഇവിടെ. ചുമന്നുള്ളിയും വേപ്പിലായും ഉണക്കം താളിക്കലമ്മേ താളി ഇരിക്കുമ്പോ വാല് താളിക്കരുതെന്നാണ്. അതുകൊണ്ട് ഞാൻ നടുക്കുള്ള ആളങ്ങോട്ട് മാറി കൊടുക്കും. ഉടല് മാറിയത് തലയും പാലും കൂടെ എന്താ അതല്ല ഇവള് പറഞ്ഞത്. എറണാകുളം ഞാൻ വെക്കാന്ന് പറഞ്ഞപ്പോ ഞങ്ങളുടെ ഇവിടുത്തെ മാങ്ങാക്കറി വേറെ രീതിയാന്ന് പറഞ്ഞു. അങ്കമാലിയാണ് അച്ഛൻ, പക്ഷെ അമ്മ തൃശ്ശൂർ ഭാഗത്തു നിന്നാണ് അച്ഛൻ. പക്ഷെ ഞങ്ങള് ജനിച്ച എറണാകുളം, അപ്പൊ ഞങ്ങൾ എറണാകുളംകാരല്ലേ. എറണാകുളത്ത് ഒരു മാങ്ങാക്കറി ഇല്ല. മാങ്ങാക്കറിന്ന് ഒരു മാങ്ങാക്കറി ഇല്ലെന്ന് പറയണല്ലേ. എറണാകുളത്ത് മാങ്ങാക്കറി ഹോം മെയ്ഡ് വൈനാണെങ്കിലും 2 ഷോട്ടിൽ കൂടുതൽ കുടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ചായ കണ്ടുവരും. ഇത് ഇവിടുത്തെ അല്ല, ആദ്യത്തത് അതെന്താന്നറിയാവോ, ഓരോ ആളുകൾ നമുക്ക് വൈൻ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ആദ്യത്തത് മറ്റേ സൂപ്പർ മാർക്കറ്റ് രാജേഷേട്ടൻ തന്നത്, അതായത് ടേസ്റ്റിംഗ് സെഷനാണ് നടക്കണേ. അത് കഴിഞ്ഞു അറിഞ്ഞോണ്ടല്ല, വേണ്ടിട്ടല്ല. ഇത് ഞങ്ങളുടെ ഇവിടെ ജോലിക്ക് ഹെൽപ്പ് ചെയ്യാൻ വരുന്ന ചേച്ചിയുടെ റിനി ചേച്ചി വീട്ടിൽ നിന്ന് കൊണ്ടു തന്നതാണ്. അപ്പൊ അതാണ് ഇനി അടുത്ത ടേസ്റ്റ് ചെയ്യണം. ഇനി ഉണ്ടാവോ? ഇങ്ങനെ ടേസ്റ്റിംഗ് സെഷൻ ആണെങ്കിൽ ന്യൂ ഇയർ വരെ ഉറങ്ങും. ആണ്, പക്ഷെ ഫെർമെന്റേഷൻ നടക്കണ്ട്. ഫെർമെന്റേഷൻ നടന്ന അപ്പൊ പവർ കയറിയിരിക്കും. പവർ കയറുന്നുണ്ട് ചെറുതായിട്ട്, ആരോടും പറയണ്ട. താളിക്കാതെന്താ പറഞ്ഞു തന്ന പോലെ ചെയ്യാം. ചേച്ചി ഇങ്ങനെ ഒരു അമൃത സുരേഷ് നിങ്ങൾ കണ്ടുകണ്ടില്ല. അയ്യോ ചെറുതായിട്ട് ടേസ്റ്റ് ചെയ്ത് തുടങ്ങിയതിന്റെ പിന്നെ വരാൻ ചേച്ചിക്ക് വേണോ ടേസ്റ്റ് ചെയ്യാൻ? ഇതാണ് നിങ്ങളുടെ അലാവുദ്ദീന്റെ ജാസ്മിൻ. കുരുകുരാന്ന് അത് അരിഞ്ഞോളൂ. നിമിഷം ഞാനൊന്ന് എന്റെ കണ്ണ് തെറ്റിയപ്പോ എന്താ ഇവിടെ അടുക്കള നടക്കണം. എനിക്ക് ജാസ്മിൻ ചേച്ചി താളിക്കാരല്ലേ? എന്താ ചേച്ചി ഞാൻ പറഞ്ഞു തന്നിട്ടില്ല ഇതൊക്കെ? മറന്നുപോയി. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയണല്ല, രക്ഷയില്ലാത്ത മാങ്ങാക്കറി. മീൻ വറുത്തത് വേണോ പുറത്തത് വേണോ? പെറുത്തത് മതി. എപ്പോഴും വറക്കാനല്ല ചെയ്യാറ്, ഈ വട്ടം പെറുത്താ മതി. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ വീട്ടില്. പെറുത്ത ഫിഷ് വേണോ പാപ്പോ? ഫിഷ് പെറുത്തത് വേണോ? പെറുത്ത ഫ്രൈ അല്ല, പെറുത്ത മീൻ. അമ്മ ഏത് മീനാ പെറുക്കാൻ പോണേ? പെറുക്കാനാണോ? വല്ലവന് പുല്ലും ആയുധമാണ് മോളെ. കേട്ടുണ്ട്. താളിക്കര പാത്രം ഇല്ല അല്ലേ? അപ്പൊ വല്ലഭന് പുല്ലും ആയുധം. പഴയ ചൊല്ല്. അമ്മ ഏത് മീനമ്മ? അത് നെയ്മീനാണ്, പക്ഷെ അത് ചെറുതായിട്ട്. നെയ്മീന്റെ ഒരു വൈബ് അത്ര പോലല്ലോ. ഇതാണ് എന്റെ അമ്മയുടെ വല്ലഭന്റെ പുല്ലുവായത്.
ഈ അടുപ്പടക്കം ഞങ്ങളുള്ളത് ഞങ്ങളുടെ ഒരു ഓഫീസ് സ്പേസിലാണ്. അപ്പൊ ഇവിടെ എല്ലാ സാമഗ്രികളും ഇല്ല, സാധനങ്ങളും ഇല്ല. പക്ഷെ എല്ലാം അമ്മയ്ക്ക് പുല്ലുമായതൊന്നാണ്. നമ്മള് വീട്ടില് വെക്കണ പുറത്തൊന്നും ഇവിടെ ഇല്ല. അപ്പൊ സാധനങ്ങളൊന്നുമില്ല, പാത്രം പക്ഷെ പുല്ലുമായി. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി ഗൈസ്. നമ്മുടെ അങ്കമാലി മാങ്ങക്കറി റെഡി ആയിരിക്കും. ട്രൗസർ ഇട്ട ഷെഫാന്ന് വെച്ചാൽ ഒന്നും തോന്നരുത്. ട്രൗസർ ഇടാൻ പാടില്ല. ട്രൗസർ കണ്ടില്ല ഗൈസ്. ടേസ്റ്റ് ചെയ്യാൻ നെക്സ്റ്റ് സെറ്റ് മീനെടുത്ത് ഒളിപ്പിച്ചതാണ്. വലഞ്ഞു പോണം. എന്റെ ചെറുപ്പത്തിലെ ഏറ്റവും വലിയൊരു ഘടകമായിരുന്നു. എന്റെ സ്കൂൾ ലൈഫ് നശിപ്പിച്ച ഒരു തെണ്ടിയാണ്. നശിപ്പിച്ചേട്ടാ, എന്റെ സ്കൂൾ ലൈഫിന് ഒരു അർത്ഥം ഉണ്ടാക്കിയ ഒരു തെണ്ടിയാണ് ഇത് അമല്. എനിക്ക് ഇവിടെ എനിക്ക് കിട്ടിയത് 5ാം ക്ലാസ് കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് കിട്ടി. 5 കഴിഞ്ഞ് ഞങ്ങള് സ്കൂള് കഴിഞ്ഞപ്പോ കോളേജിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോ 10ാം ക്ലാസ് തുടങ്ങി ഞാൻ ഇവനെ കാണുന്നുണ്ട്. ചേച്ചി ആദ്യം കണ്ടത് ചേച്ചി അത് കഴിഞ്ഞ് ഞാൻ കോളേജിൽ ചെന്നപ്പോഴത്തേക്കും നിൽക്കണോ ഞാൻ റോട്ടിലേക്ക് പിന്നെ നിൽക്കുന്നത്. സീനിയർ, പിന്നെ സീനിയർ. അപ്പൊ ഒരുപാട് വർഷത്തെ കൂട്ടുള്ള ഒരാളാണ് ഞങ്ങളുടെ ഇന്നത്തെ സ്പെഷ്യൽ അതിഥി. താങ്ക് യു. ശരിടാ, ശരി കാണാം കേട്ടോ. അപ്പോൾ വേറൊരു കാര്യത്തിന് വേണ്ടി വളരെ യാദൃശ്ചികമായിട്ടാണ് അമല് വന്നത്. നമ്മൾ പറയില്ലേ ക്രിസ്മസിന് ഗസ്റ്റുകൾ വരുന്നത് നല്ലൊരു കാര്യമാണ്. അങ്ങനെ അതിന് ശേഷം അമൃതേശ്വര ഹാലൻ എന്ന് പറയുന്ന ഫ്രണ്ട് വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡ് ഡീലേക്ക് കടന്നു. അപ്പം ഞങ്ങൾ ചെറിയ കുറച്ച് പേരായിട്ട് വളരെ ഹാപ്പി ആയിട്ടൊരു കൊച്ച് ക്രിസ്മസ് സെലിബ്രേറ്റ് ചെയ്തു. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും സപ്പോർട്ടും ഞങ്ങളുടെ കൂടെ വേണം. അതുപോലെ എല്ലാവർക്കും ഞങ്ങളുടെ ഹാപ്പി ന്യൂ ഇയർ.